ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 29ാമത്തെ ശ്ലോകം നോക്കാം. നന്ദ ഉവാച അഹോ തേ ദേവകീ പുത്രാഃ കംസേന ബഹവോ ഹതാഃ ഏകാവശിഷ്ടാവരജാ കന്യാ സാപി ദിവം ഗതാ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായിട്ട് നമ്മൾ കണ്ടിരുന്നു, അവിടെ കപ്പം കൊടുക്കാൻ വന്ന അവിടെ വിശ്രമിക്കുകയായിരുന്ന നന്ദഗോപരോട് വസുദേവരുടെ ഒരു കുശലാന്വേഷണമായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ, ഇനി അതിൻ്റെ മറുപടിയായി ഇത്ര നേരവും വസുദേവർ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നന്ദഗോപര് ഇപ്പോൾ പറഞ്ഞു തുടങ്ങുകയാണ് മറുപടി. അപ്പോൾ ആദ്യത്തെ ശ്ലോകം തന്നെ വസുദേവർ എവിടെയാണോ നിർത്തിയത് അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ പറയുകയാണ്, അഹോ തേ ദേവകീ പുത്രാ. അഹോ എന്ന് പറഞ്ഞാൽ ഇവിടെ കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ്. എന്താ? തേ അങ്ങയുടെ ദേവകീ പുത്രാഹ, ആ ദേവകീ ദേവിയിലുണ്ടായ അല്ലെങ്കിൽ ദേവകീ ദേവിയുടെ പുത്രന്മാര്. ബഹവോ എന്ന് പറഞ്ഞാൽ അനേകം പേര്, ധാരാളം പുത്രന്മാർ, അനേകം പേര്. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബഹവഹ. ഹതാഹ കൊല്ലപ്പെട്ടുവല്ലോ. അപ്പോൾ ഇവിടെ പറയാണ്, അങ്ങയുടെ ദേവകീദേവിയുടെ പുത്രന്മാരെല്ലാം ധാരാളം പേര് കൊല്ലപ്പെട്ടുവല്ലോ, കഷ്ടം തന്നെ. പിന്നെയോ ഏകാവശിഷ്ടാവരജ, അവശിഷ്ട അവരജ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഏകാവശിഷ്ടാവരജ. ഏക എന്നാൽ ഒരേ ഒരു എന്നുള്ള അർത്ഥത്തിൽ ഒന്ന് മാത്രം, അവശിഷ്ട അവശേഷിച്ച, അവരജ എന്നാൽ ഏറ്റവും അവസാനം ജനിച്ചത്. ഇവിടെ ഏറ്റവും അവസാനം ജനിച്ചത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇനിയും സന്തതിഭാഗ്യം ഇല്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ഇതിന് ഒരു സാധ്യതയില്ലാതെ ഏറ്റവും ഒടുവിൽ ജനിച്ച ആ ഒരേ ഒരു, അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ജനിച്ചതെന്ന് പറഞ്ഞത്. അതായത് പിന്നീട് സന്തതികൾ ഉള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഏറ്റവും അവസാനം ജനിച്ച ആ ഒരേ ഒരു കന്യ, ആ പെൺകുട്ടി, സാപി ദിവം ഗത, സാ അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സാപി. സാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു സ്ത്രീലിംഗ ശബ്ദമാണ്, അവളും എന്നുള്ള അർത്ഥത്തിൽ. സാപി അവളും, ആ പെൺകുട്ടിയും, ദിവം എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തെ, ഗത എന്നാൽ പ്രാപിച്ചുവല്ലോ, സ്വർഗലോകത്തിലേക്ക് പോയിയല്ലോ. ഇവിടെ ഈ 8ാമത്തെ പെൺകുട്ടി, ആ സാക്ഷാൽ മഹാമായ ഭഗവതി തൻ്റെ 8 കരങ്ങളോടുകൂടി ആ രൂപത്തെ കംസന് കാണിച്ചു കൊടുത്തുവെങ്കിലും ഇത് മറ്റാർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ആ 8ാമത്തെ കുട്ടിയെയും അടിച്ചു കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇവിടെ നന്ദഗോപർ പറയുന്നത്, അല്ലയോ വസുദേവരെ, അങ്ങയുടെ ആ ദേവകീപുത്രന്മാരായിട്ടുള്ള ധാരാളം പേരെ ആ കംസൻ കൊന്നു കളഞ്ഞുവല്ലോ. ഏറ്റവും ഒടുവിലായിട്ടുണ്ടായ ആ പെൺകുട്ടിയും സ്വർഗലോകത്തെ പ്രാപിച്ചുവല്ലോ എന്ന് പറയുമ്പോൾ, തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ വസുദേവർ പറഞ്ഞു നിർത്തിയത്, എല്ലാം തനിക്കുണ്ടായിട്ടും, ധനവും പദവിയും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും, ധർമാർത്ഥ കാമങ്ങൾ താൻ നേടിയത് നേരായ പാതയിലൂടെ ആയിട്ടും ഒക്കെ നിഷ്ഫലമായി പോകുന്നുവല്ലോ. കാരണം അതിലൂടെ സന്തോഷവും സുഖവും കിട്ടേണ്ട തൻ്റെ പത്നിയും പുത്രനുമൊക്കെ അവരിലേക്കൊന്നും അത് എത്തുന്നില്ല. ഇനിയും കൂടെയുള്ള ദേവകീ ദേവിക്കാകട്ടെ, ദേവിക്കും സന്തോഷമോ സുഖമോ ഒന്നുമില്ല. കാരണം എന്തേ? തൻ്റെ എത്ര ഉണ്ണികളെയാണ്, 6 ഉണ്ണികളെ തൻ്റെ തന്നെ സഹോദരൻ കൊന്നുകളഞ്ഞു. പിന്നീട് കിട്ടിയ ഒരു ഉണ്ണി, ഒന്ന് മായാഭഗവതിയായി പോയി, ഒരു ഉണ്ണിയാകട്ടെ ഇപ്പോൾ ഗോകുലത്തിലുമാണ് വളരുന്നത്. അപ്പോൾ അങ്ങനെയും ദേവകീ ദേവിക്ക് ഒരു സന്തോഷവുമില്ല. അപ്പോൾ താൻ നേടിയത് കൊണ്ടൊന്നും തൻ്റെ കുടുംബത്തിന് യാതൊരു സന്തോഷവും ലഭിക്കുന്നില്ല.
അപ്പോൾ എന്തുണ്ടായിട്ടും അവർ ദുഃഖിക്കുകയാണെങ്കിൽ ഈ താൻ നേടിയതൊക്കെയും അർത്ഥശൂന്യമാണല്ലോ എന്ന് വസുദേവരെ പറഞ്ഞു നിർത്തിയിടത്തു നിന്നാണ് ഇവിടെ നന്ദഗോപര് തുടങ്ങുന്നത്. അപ്പോൾ വസുദേവരുടെ ദുഃഖം എന്താണോ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ആദ്യം നന്ദഗോപര് ചെയ്യുന്നത്. അല്ലയോ സഹോദര, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞിട്ട്, കഷ്ടം തന്നെ, ആ കംസൻ ഇങ്ങനെ ചെയ്തുവല്ലോ. തന്നെയുമല്ല, പിന്നീടുണ്ടായ ഒരു കുട്ടിയും ഏറ്റവും ഒടുവിലുണ്ടായ കുട്ടിയെയും അങ്ങേക്ക് വളർത്താൻ കിട്ടിയില്ലല്ലോ എന്ന ആ സങ്കടത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ വസുദേവരെ അവസാനം പറഞ്ഞു നിർത്തിയതിനെ ന്യായീകരിക്കുകയും അതിനെ സാധൂകരിക്കുകയും ഒപ്പം വസുദേവരുടെയും കുടുംബത്തിൻ്റെയും സങ്കടത്തിൽ പങ്കുചേരുകയുമാണ് ഇവിടെ നന്ദഗോപര് ചെയ്യുന്നത്. കാരണം ഈ ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ നമ്മൾ ഒരാളെ ഉള്ളൂ എങ്കിൽ ഇതിനൊന്നും പ്രസക്തിയില്ല. ഈ ലോകത്ത് മറ്റാരുമില്ല, ഞാൻ എന്ന ഒരു വ്യക്തിയെ ഉള്ളുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ നേടുന്നു എന്നതിന് പ്രസക്തിയില്ല. കാരണം ഈ ലോകത്ത് മറ്റാരുമില്ല, ഒരൊറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ വസിക്കുന്ന ഒരിടത്ത് അവിടെ തൻ്റെ ചുറ്റിനുമുള്ളവരൊക്കെയും സന്തുഷ്ടരാണെങ്കിൽ താൻ നേടിയതിനുമൊക്കെ അർത്ഥമുണ്ട്. തൻ്റെ കൂടെയുള്ള തൻ്റെ ചുറ്റിനുമുള്ള സഹജീവികൾ അവർ വേദനിക്കുകയാണെങ്കിൽ താൻ നേടിയതൊക്കെ നിഷ്പ്രഭമായി പോകും. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത്. ആ വസുദേവരുടെ സങ്കടത്തിൽ നന്ദഗോപർക്ക് മനസ്സിലായി എന്താണ് വസുദേവർ ഉദ്ദേശിച്ചത്. നന്ദഗോപരും നല്ല ബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് ആദ്യമേ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നന്ദഗോപരിങ്ങനെ അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ ഇപ്രകാരം പറഞ്ഞത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നന്ദ ഉവാച അഹോ തേ ദേവകീ പുത്രാ കംസേന ബഹവോ ഹതാ ഏകാവശിഷ്ടാവരജാ കന്യാ സാപി ദിവം ഗതാ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ആദ്യത്തെ വരിയിൽ തന്നെ ദേവകീ പുത്ര ഹതാഹ ഇങ്ങനെ രണ്ടിടത്ത് വിസർഗം വരുന്നുണ്ട്. അത് രണ്ടും പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ഏകാവശിഷ്ട അവരജ ആണ്. അപ്പോൾ ആ അകാരം ഒന്ന് ഏകാവശിഷ്ട അവരജ ഒന്ന് നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകവുമായി ബന്ധപ്പെട്ട നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി പറയാം. അഹോ തേ ദേവകീപുത്രാ ബഹവഃ കംസേന ഹതാഃ അവരജ ഏകാ അവശിഷ്ട സാ കന്യാപി ദിവം ഗതാഃ. ഒന്നുകൂടി പറയാം. അഹോ തേ ദേവകീപുത്രാ ബഹവഃ കംസേന ഹതാഃ അവരജ ഏകാ അവശിഷ്ട സാ കന്യാപി ദിവം ഗതാ. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതും മനസ്സിൽ ഉണ്ടാവേണ്ടതുമായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.